കുടിലിന് സമീപം എത്തുമ്പോൾ തന്നെ വല്ലാത്തൊരു ഗന്ധം ഉള്ളിലേക്ക് അടിച്ചു കയറും. അമ്മ ഭക്ഷണം കഴിക്കുന്നതും പ്രാഥമിക കൃത്യങ്ങൾ നടത്തുന്നതും ഇതിനകത്ത് തന്നെയാണത്രേ. സാധാരണഗതിയിൽ വല്ലാത്തൊരു ദുർഗന്ധം ഉണ്ടാകേണ്ട ഇവിടെ ഒരു പരിമളമാണ് പടരുന്നതെന്ന് ഭക്തരുടെ അതിരുകവിഞ്ഞ അവകാശവാദം. നമുക്കാർക്കും ഒരുമാതിരിപ്പെട്ടവർക്ക് അവിടെ നിൽക്കുന്നത് ഭയങ്കര സ്മെല്ലാണ്. അവരുടെ ശരീരം മൊത്തം സ്മെല്ലാണ്. അവരെ നമ്മളിപ്പോൾ വിളിക്കിറങ്ങാൻ പോയി കഴിഞ്ഞാൽ അത് ചന്തി കഴികളാണ്. പക്ഷേ അവർക്ക് അങ്ങനെയൊന്നും ശീലമില്ല. അത് കാരണം അവരുടെ അടുത്ത് പോകുമ്പോൾ ഭയങ്കര നാറ്റമാണ്. എന്നാൽ അതുകൊണ്ട് വലുതായിട്ട് ആരും പോകുന്നില്ല. എന്നാൽ കുറച്ച് പേര് വരുന്നുണ്ട്. അവരാണ് ദൈവം എന്ന് പറഞ്ഞു ഏറെക്കുറെ ആൾക്കാർ വരുന്നുണ്ട്. തിരുവല്ലം സ്വദേശിയായ ഷാഹുൽ ഹമീദിന്റെ പറമ്പിലാണ് അമ്മ ഇപ്പോൾ കുടിൽ കെട്ടി താമസിക്കുന്നത്. കാലങ്ങളോളം പാലത്തിൽ സ്ഥിരമായി ഉണ്ടായിരുന്ന അമ്മ ഒരു ദിവസം തനിയെ ഉണ്ടാക്കിയ കുടിലാണത്രേ. തന്നെ കെട്ടിയതാ, സ്വയം കെട്ടിയതാ. ഇപ്പോൾ വളരെ റീസെന്റ് ആയിട്ടാണ് ഇത് കെട്ടിയത്. ഒരു 3-4 വർഷം വരുള്ളൂ. അതിനുമ്പ് ഇത് കെട്ടിയിട്ടില്ല. മഴയത്തൊക്കെ ചുമ്മാ തുറന്ന് കിടക്കുന്നത്. ഇത്തരം ഒരു ആളിൻ്റെ സ്വന്തമായൊരു വസ്തുവിൽ ഒരാളെ, ആരും പോലും ഇല്ലാത്ത ഒരാളെ പിടിച്ചിരുത്തണമെങ്കിൽ, അവരെ വസിക്കാൻ അവസരം കൊടുക്കണമെങ്കിൽ അവരെ കാണാനായിട്ട് ഈ കാമ്പൗണ്ടിനകത്തൂടെ കയറാൻ പറ്റത്തുള്ളൂ, ഇല്ലേ? നമ്മളാണ് വീട്ടിലാണെങ്കിൽ സാധാരണ ലെവലിൽ നമ്മളിങ്ങനെ അനുഭവിക്കുക. അവർക്ക് ഏത് സമയം ഒരു ഡിസ്റ്റർബൻസ് അല്ലേ? അപ്പോൾ അതിനെന്തെങ്കിലും കാരണം ഉണ്ടാവണ്ടേ? അമ്മ ആരാണെന്നും എന്തിനു വന്നുവെന്നും ഷാഹുൽ ഹമീദ് തിരക്കാതിരുന്നില്ല. ദൈവത്തിന്റെ ആജ്ഞപ്രകാരമാണ് ഇവിടെ എത്തിയതെന്ന് മറുപടി കിട്ടിയതോടെ ഇദ്ദേഹം പൂർണ്ണ തൃപ്തനായി. അവരുടെ ഭാഷ ഹുദ എന്നാണ് പറയുന്നത്. അവർക്ക് നോർത്ത് ഇന്ത്യക്കാരിയാണ്. അവർക്ക് മറാഠിയോ അതോ മഹാരാഷ്ട്രയോ കാര്യമാണോ, മറാഠിയാണോ ഹിന്ദിയാണോ എന്നുള്ളത് നന്നായിട്ട് അറിയാൻ പാടില്ല. എങ്കിലും സംസാരിക്കുന്നത് ഹിന്ദി വഴിയാണ്. ഭക്തരുടെ ഈ പ്രിയപ്പെട്ട അമ്മ ദൈവത്തിൽ വിശ്വാസമില്ലാത്ത നിരവധി പേരും ഇവിടെയുണ്ട്. സാധാരണക്കാരന് മനസ്സിലാവാത്ത ഒരു ഉന്മാദാവസ്ഥയിലുള്ള അമ്മയെ എല്ലാവരും മനസ്സിലാക്കിക്കൊള്ളണമെന്ന് അമ്മയ്ക്കോ തങ്ങൾക്കോ നിർബന്ധമില്ലെന്നാണ് ഭക്തരുടെ മറുപടി. സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സ്ത്രീ അല്ല. കാരണം ഈ ജ്ഞാനിയായി കഴിഞ്ഞ ആൾക്കാർ ചിലപ്പോൾ ഉന്മത്തെ പോലെയോ ബാലഭാവത്തിലോ അല്ലെങ്കിൽ ഭ്രാന്ത അവസ്ഥയിലോ അല്ലെങ്കിൽ ഒരു പിശാചിൻ്റെ അവസ്ഥയിലോ ഒക്കെ ഇരിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നൊരു പിശാചിൻ്റെ അവസ്ഥയിൽ, പൈശാചിക ഭാവം എന്ന് പറയും, ആ ഭാവത്തിൽ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ത്രീയാണ്. ആരായിരിക്കാം ഇവർ? അലഞ്ഞു തിരിഞ്ഞ് ഇവിടെ എത്തിയ ഒരു സ്ത്രീയോ അതോ ഈശ്വരാംശമുള്ള ഒരവതാരമോ? ആരായാലെന്ത്, ആർക്കും ഉപദ്രവമില്ലാത്തിടത്തോളം കാലം അവരും ഈ ഭൂമിയുടെ അവകാശിയായി ഇവിടെ കഴിഞ്ഞോട്ടെ. ദൈവമോ പിശാചോ പിച്ചക്കാരിയോ, നമ്മളെന്തിന് മനുഷ്യനെ മാറ്റി നിർത്തുന്നു?